I think you might have be wondering, ഞാനിവിടെ കയറിയത് നിനക്കെല്ലാം അതിശയമായിട്ട് തോന്നാം. Actually, I used to speak when NDPC church was gathering at ആ കോളേജിലെ NDPC സമയത്ത് ഞാൻ അവിടെ പ്രസംഗിക്കുമായിരുന്നു. We know that this as a Dallas Brethren Assembly, DBA and NDPC has joined together. രണ്ടും ഒന്നും ചെയ്യില്ല. ഡാലസ് Brethren Assembly is the first church in the Dallas, I know. അതാ ഇവിടുത്തെ ഫസ്റ്റ് ചർച്ചായിരുന്നു. ആ ഫസ്റ്റ് ചർച്ച് ഇവിടെ രൂപീകരിക്കാൻ ദൈവം സഹായിച്ചു. അതിന് നമ്മുടെ മോനിച്ചാൻ ഇല്ല, മോനിച്ചാൻ അതിന് വേണ്ടിയെല്ലാം അതിനോട് പറയുകയുണ്ടായി. He only told me that he only once he came over here and saw this place and everything. അങ്ങനെ ഈ ചർച്ച് ഇവിടെ തുടങ്ങാൻ സാധിച്ചു. ഇവിടെ നിന്ന് ഓരോ ചർച്ചുകൾ ഡിവൈഡായി പോയത് എന്നുള്ള കാര്യം ഞാൻ കേൾക്കുവാൻ മനസ്സിലായി. അങ്ങനെ പോയതാ NDPCയും അവിടെ തുടങ്ങിയതാണ്. പിന്നെ ഒന്നിച്ചു കൂടാൻ ദൈവം സഹായിച്ചു. വാട്ട് എ ഗ്രേറ്റ് മിറാക്കിൾ, ഇറ്റ്സ് വണ്ടർഫുൾ. അങ്ങനെ ദൈവം അങ്ങനെ സഹായിച്ച് ഒന്നിച്ചു കൂടുകയാണ്. അങ്ങനെ ഒന്നിച്ചു കൂടുന്ന ഈ സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയാം എന്നെക്കുറിച്ച്. അതായത് സൺ ഓഫ് ആരാ? എമ്മി, ഫേമസ് പ്രീച്ചർ എമ്മി ചെറിയാൻ. എമ്മി ചെറിയാൻ്റെ മോന. എന്നാലും എനിക്ക് എമ്മി ചെറിയാൻ സാറിൻ്റെ കൂട്ട് എനിക്ക് ഐ കാൻറ്റ് ഏബിൾ ടു സ്പീക്ക് ലൈക്ക് മൈ ഡാഡ്. എൻ്റെ അപ്പച്ചൻ്റെ കൂട്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ പ്രസംഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഐ ആം ഡൂയിങ് ദി മിനിസ്ട്രി. ഞങ്ങൾ അപ്പച്ചന് 8 മക്കളാണ്. 8 മക്കളിൽ 7 പേരും കർത്താവിൻ്റെ വേല ചെയ്യുക. 7 പേരും അങ്ങനെ വേല ചെയ്തുകൊണ്ട സമയത്ത് ലാസ്റ്റ് എൻ്റെ ഇളയ ബ്രദർ ജോസ് ചെറിയാൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം പാർട്ട് ടൈമായിട്ട് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ 7 പേര് വി വെയർ ഇൻ ഫുൾ ടൈം മിനിസ്ട്രി. അതിൽ 4 പേര് മാത്രം ഞങ്ങൾ ശേഷിച്ചിരിക്കുക. എൻ്റെ ഇളയ 2 ബ്രദറും എൻ്റെ മൂത്ത 2 ഒരു ബ്രദറും ഒരു സിസ്റ്ററും മരിച്ചുപോയി. അങ്ങനെ 4 പേര് മരിച്ചു. ഞങ്ങളിപ്പോൾ 4 പേര് ബാക്കി ശേഷിച്ചിരിക്കുക. ഞാൻ ഫ്രം ദി ബിഗിനിങ് ഓൺവേർഡ്സ് ഞാൻ ക്യാമ്പസ് ടൂസിലായിരുന്നു, മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നു. എനിക്ക് വേറെ ഞാൻ പ്രസംഗിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഹാപ്പി മെലഡി എന്ന ആ ടീം രൂപീകരിക്കാൻ ദൈവം സഹായിച്ചു. നിങ്ങൾക്ക് അറിയാം, ഹാപ്പി മെലഡി ഈസ് ദ ഫസ്റ്റ് ടീം ഇൻ ദി അമോങ് ബ്രദർ അസംബ്ലി. 1986 തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയ ഹാപ്പി മെലഡി ടീമിലാണ് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഞാനത് രൂപീകരിച്ചത്. അതിന് അപ്പച്ചനാ പേരിട്ട്. എൻ്റെ ഡാഡി ഓൺലി നെയിംഡ് ആസ് എ ഹാപ്പി മെലഡി. ദിസ് ഇസ് എ കോമൺ നെയിം, ഇറ്റ്സ് നോട്ട് എ ബിബ്ലിക്കൽ നെയിം. കാരണം എല്ലാവരും വരണം. ഞങ്ങൾ പോയി പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഒത്തിരി പേരെ കർത്താവിനെ ഞങ്ങൾ നേടുവാൻ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവർ, ഞാൻ എന്നെ പൊക്കിപ്പിടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദൈവം ഹാപ്പി മെലഡി മുഖാന്തരം അനേക കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, എനിക്ക് 1980 വിവാഹമായത്. അതിന് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പളനി, തമിഴ്നാട്ടിലെ പളനി എന്ന സ്ഥലത്ത്. പളനിയിലെ ഇവാഞ്ചലിസ്റ്റായി പ്രവർത്തിച്ച സഹോദരൻ കെ ജോർജിൻ്റെ മകള. അവളെ എൻ്റെ ഭാര്യ ഞാൻ തന്നെ കണ്ടെത്തിയതാണ്. ദൈവത്തിൻ്റെ കൃപെന്ന് പറയാൻ ദൈവം എനിക്ക് കൊടുത്ത ഒരു നല്ലൊരു പ്രാർത്ഥന. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതം 1980 തുടങ്ങിയത്. എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കളുമുണ്ട്. എനിക്ക് 9 കൊച്ചുമക്കളുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഞാൻ ഓർക്കുക, 5 മക്കളുടെ വിവാഹം കഴിഞ്ഞു. 5 മക്കളും അവർ തമ്മിൽ കണ്ടെത്തിയ ഫാമിലിയല്ല. എൻ്റെ കുട്ടി അവർക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് 5 പേരുടെയും വിവാഹം കഴിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെയൊക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. എൻ്റെ വീട്ടിലെ മേഴ്സിയെ എനിക്ക് കല്യാണം വേണ്ടി കൊടുക്കാനായിട്ട് അവരുടെ ഫാദർ മടിച്ചു. കാരണം എന്ന് വെച്ചാൽ അറിയാമോ, അവൾ പറഞ്ഞു, അവളെന്തുവാ ജോലി, ചുമ്മാ പാട്ടുപാടി നടക്കുക. അവന് വേറെ പണിയൊന്നുമില്ല, പാട്ടുപാടി നടക്കുക. അത് അവൾക്കൊന്നും ഞാൻ എൻ്റെ മകളെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ പോയാൽ എന്തോ ഉണ്ട്? പ്രസംഗമുണ്ടോ? സ്വർഗത്തിൽ പോയാൽ ബൈബിൾ സ്റ്റഡി ഉണ്ടോ? അവിടെ ഒന്നുമില്ല. അവിടെ എന്തോ ഉള്ളത് ഒന്നെങ്കിൽ ഈ പാട്ട് പരിപാടിയൊക്കെ വന്ന് ഈ പാട്ട് അവിടെ പാടാൻ പോകുന്നത്. ഇവിടെ നമുക്കെല്ലാം അറിയാം. നമ്മൾ ഇവിടെ പാടി അവിടെ സ്തുതിക്കാൻ പോയി, അവിടെ പോയി പ്രാർത്ഥന മീറ്റിംഗ് ഇല്ല, വേറെ മിനിസ്ട്രി ഇല്ല, ഒന്നുമില്ല. അവിടെ നമ്മളെല്ലാം കയറി എപ്പോഴും പാടിക്കൊണ്ടിരിക്കും, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ആ കാലം അടുത്ത് വരിക. അങ്ങനെ അതെല്ലാം ഞാൻ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ,
ഞാൻ പറയട്ടെ, ഹാപ്പി മെലഡി മുഖാന്തരം ഞാൻ ഒത്തിരി പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതൊക്കെ പറയാൻ സമയമില്ല. ഞാനിവിടെ വന്നത് 2010 വന്നത്. എൻ്റെ വീഴ്ചക്കാർക്ക് അറിയാം. 2010 ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ മൂത്ത മോള് ഷേർലി ഇവിടെ ജോലി, അവളെ കല്യാണം കഴിച്ചിവിടെ, അനിയൻ്റെ അറസ്റ്റ്മാർ കല്യാണം കഴിച്ചിവിടെ വന്നു. അവൻ്റെ കെയറോഫിലാണ് ഞങ്ങൾ വരാൻ പറ്റിയത്. ഞാൻ വന്നതുകൊണ്ട് എൻ്റെ 3 മക്കൾ വരാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ഒരു മോനുണ്ട്, അവന് കാനഡയില. അവന് ഉടനെ ഇവിടെ വരാൻ അടുത്ത 2-3 മാസം 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഹി വിൽ ബി ഷെയറിംഗ് ഹിസ് ടെസ്റ്റിമണി കേൾക്കാൻ പോവുക. അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നാലും എന്നെ വെച്ച് ആൾക്കാർക്കെല്ലാം അറിയാം. ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒരു 2 years എഴുതി കൊടുത്തിട്ട് ഞാൻ പോയി. കാരണം എനിക്ക് മിനിസ്ട്രി ഉണ്ടല്ലോ, അവിടെ എല്ലാം ഗോയിങ് ടു അമേരിക്ക പോവുക. അപ്പോൾ ഹൗ അബൌട്ട് ഹാപ്പി മെലഡി? അവർ ഹാപ്പി മെലഡി ഇരിക്കും, അവിടെ പോകത്തില്ല. അപ്പോൾ ഇവർ ഗോയിങ് ഒന്ന് വിഷ്ണുവിക്കില്ല, ഞാൻ അവിടെ പോയാലോ ഐ വിൽ ബി കമ്മിങ്. ഞാൻ ഇവിടെ വന്ന ഉടൻ തന്നെ എന്നെ കാണാൻ വന്നത് 2 പേരാണ്. ഒരാള് ബെന്നി പുൽക്കേരി, ഒക്ലഹോമയിലുള്ള ബെന്നി പുൽക്കേരി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ വന്ന ആഴ്ച തന്നെ ഒക്ലഹോമയിൽ തന്നെ കാണാൻ വന്നു. വന്ന ആഴ്ചയിൽ നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ നിങ്ങൾക്കറിയാം ഡോക്ടർ അലക്സാണ്ടർ കുര്യനിലെ വീട്ടില് ഞങ്ങൾ വന്ന അടുത്ത ആഴ്ച പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി, ഞങ്ങളെല്ലാവരും പോയി. കാരണം ഞങ്ങൾ അച്ഛനൊക്കെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ അവരെല്ലാം ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങനെ വന്നതുകൊണ്ട് ഞാനിവിടെ പ്രായപ്പോൾ സഹായിച്ചു. ഞാൻ വന്ന ആ സമയത്ത് തന്നെ 2-3 മാസം കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ പോയി. അറ്റ്ലാന്റ, ന്യൂയോർക്ക്, ചിക്കാഗോ, ഇത് വേണ്ട പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുന്നു. ഞാൻ നേഴ്സുമായിട്ടാണ് പോയത്. അതൊക്കെ അവിടേക്ക് ഞാൻ പോയ ശേഷം പല പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ സിസ്റ്റർ ജോയ്സ് കർത്തസനയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഉടനെ ഇന്ത്യയിൽ പോയ ഉടൻ തന്നെ അപ്പം തന്നെ ഞങ്ങൾ അവിടെ പോകേണ്ടി വന്നപ്പോൾ പിന്നെ മടങ്ങി വന്നു. പിന്നെ ഞാൻ ഒരു 2 years എഴുതി കൊടുത്തു, പിന്നെ മിനിസ്റ്റർ ചെയ്തു. അങ്ങനെ 2 years അവിടെ ആയിരുന്നു. അങ്ങനെ ഹാപ്പി മെലഡി മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ 6 മാസം ഇവിടെയും, പിന്നെ വരുമ്പോൾ 6 മാസം ഇവിടെയും 6 മാസം അവിടെയുമായിട്ട് ഞാൻ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന ഉടനെ എനിക്ക് നമ്മുടെ ജോസുവ കുട്ടി സഹോദരൻ, ഞങ്ങൾ എപ്പോഴും എന്നോട് സംസാരിക്കും. ആ സമയത്ത് അപ്പം ചോദിക്കും, റൈറ്റേ ജോലിക്ക് പോകുന്നില്ലേ? അവിടെ ഇപ്പോഴും ചോദ്യമാണ്. പിന്നെ എന്നോട് കാണുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ റൈറ്റേ ജോലിക്ക് പോകുന്നില്ലേ? അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നില്ല, അവിടെ തന്നെ പോകായിരുന്നു. ഞാൻ ഇവിടെ വന്നത് ജോലിക്ക് പോയില്ല. കാരണം എനിക്ക് 6 മാസം ഇവിടെ ഇരിക്കണം, 6 മാസം അവിടെ ഇരിക്കണം, അങ്ങനെ മാറി താമസിക്കണം, അവധി ഇട്ടത്തില്ല. ഞാൻ ജോലിക്ക് പോകാൻ പോയില്ല. പിന്നെ മറ്റാൾക്കാർ ചോദിക്കും, റൈറ്റേ എപ്പോഴാണ് അപ്പാർട്ട്മെന്റ് എടുക്കുന്നത്? കാരണം അവിടെ ഞാൻ വന്ന ഉടനെ ഇവിടുന്ന് മാറി താമസിക്കും, ജോലി ചെയ്യും, അപ്പാർട്ട്മെന്റ് എടുക്കും, അങ്ങനെ മാറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ ഇതുവരെ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കാൻ പോയില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ 6 മാസം ഇവിടെ അങ്ങനെ പോയ സമയത്താണ് എനിക്ക് 2021 ഞാൻ ഇന്ത്യയിൽ പോയി. 2021 ഞാൻ ഇല്ല അറിയാം കേട്ടോ, പറയാൻ സമയമില്ല. 2021 ഞാൻ ഇന്ത്യയിൽ പോയപ്പോൾ എനിക്ക് അറ്റാക്ക് വന്നത്. ഞാൻ മടങ്ങിയെത്തി. വന്നപ്പോൾ എൻ്റെ മേശയെ ഞാൻ അവിടെ വീട്ടിൽ വിട്ട് തന്നെയാണ് വന്നത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ഇതെല്ലാം കേട്ടതാ. ദൈവം എന്നെ മരണത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിച്ചു. ഞാൻ എനിക്ക് ആ സമയം മാത്രമല്ല, എനിക്ക് 2-3 പ്രാവശ്യം 3-4 times ഞാൻ ഈ മരണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. 3 പ്രാവശ്യം. നിങ്ങൾക്കെല്ലാം ഒത്തിരി പേർക്ക് ഈ അനുഭവം ഉള്ളവരാണ്. എന്നാൽ ഞാൻ പറയട്ടെ, 3 പ്രാവശ്യം ഞാൻ മരിച്ചുപോയി. കംപ്ലീറ്റ്ലി എൻ്റെ പൾസ് നിന്നുപോയി. അങ്ങനെ ആളായതുകൊണ്ട് അവിടെ പൾസ് നിന്നുപോയത്. സോ മരണത്തിന് മക്കൾ പോയി കാണും. ഞാൻ 3 പ്രാവശ്യം എൻ്റെ പൾസ് നിന്നുപോയി. മേഴ്സിയാൽ പറയുവാണ് 3 times അങ്ങനെ പൾസ് നിന്നുപോയ പൾസ് പിന്നെയും CPR കൊടുത്തിട്ട് ഞാൻ രക്ഷപ്പെട്ടത്. ദൈവങ്ങളെ അതൊക്കെ ഒത്തിരി പറയാൻ സമയത്തും ഞാൻ പറയുന്നില്ല. ദൈവം എനിക്ക് ആയുസ് നീട്ടി കൊടുത്തെന്ന് മാത്രമുള്ളത്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഇപ്പോൾ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 3. കാരണം ഞാനിപ്പം താമസിക്കുന്നത് ഒരു ബോണസ് ലൈഫാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഞാനിപ്പം താമസിക്കുന്നത് 3 വയസ്സിൽ നമ്മൾ പറയാം. 2022 ഞാൻ മരിച്ചു പോവുകയാണ്.
ദൈവം എനിക്ക് കുഴി വരെ കുഴിപ്പിച്ചതാ അനിയൻ. എനിക്ക് കുഴിക്കാൻ വേണ്ടി കുഴി വരെ കുഴിച്ചതാ. അത് മാത്രമല്ല ഫ്യൂണറൽ ഹോം വരെ ഫിക്സ് ചെയ്ത, അതൊക്കെ സംഭവം സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയൊക്കെ പോയ ശേഷമാണ് ദൈവം എന്നെ കാത്തു. കുഴി പോകേണ്ടി നിന്നെ ആണ്ടവരെ നേരിൽ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഞാൻ നിൽക്കുക. ഇവിടെ ഞാൻ അങ്ങനെ ദൈവം എനിക്ക് ആയുസ് കൊടുത്തവിടെ ഞാൻ താമസിക്കുക. ഞാനിപ്പോൾ എത്ര വർഷം ആയുസും കഴിയത്തില്ല. എനിക്ക് എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ ടൈറ്റസ് മിനിഞ്ഞൊന്നും ആൾ സംസാരിച്ചു. എപ്പടി ഇരിക്കുക അവർക്ക് ചോദിക്കും, ഞാൻ ഇപ്പോഴും ഉണ്ടോ, ഇപ്പോൾ സുഖമായിട്ടുണ്ടോ, അസുഖമാണോ, കിടപ്പാണോ, നിങ്ങൾ നടക്കണില്ല? നടക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ അവർ ചോദിക്കാൻ അങ്ങനെ ദൈവം എന്നെ നടത്തുന്നുണ്ട്, വഴി നടത്തുന്നുണ്ട്. അത് ഓർത്ത് കർത്താവ് സ്തുതിക്കുകയാണ്. ആയുസ് വിശേഷിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക. ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ഒക്ടോബറിൽ പോകാനിരിക്കുക. ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഒക്ടോബറിൽ പോയി. എനിക്ക് അസുഖമായി ഞാൻ വീട്ടിൽ LDBC വന്ന സമയത്ത് ഞാൻ 2 വർഷം പോയില്ല. കാരണം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. 2 വർഷം ഞാൻ വീട്ടിൽ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ജോൺസൺ ബ്രദർ എന്നോട് ചോദിച്ചു, ടൈറ്റസ്, ആർ യു ഗോയിങ് ടു ഇന്ത്യ? ഞാൻ പറഞ്ഞു, യെസ്, ഐ ആം ഗോയിങ്. വൈ? Just see your condition, your health condition is not good. എന്തിനാ പോകുന്നത്? ഐ ഹാവ് ടു ഗോ. ഞാൻ അവിടെ പോയി ചെത്തുപോയാലും കുഴപ്പമില്ല, ഞാൻ പോകണം പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ പോയി മടങ്ങിയെത്തി. എന്നെ ശുശ്രൂഷിച്ചതെല്ലാം ജോൺ ജോസഫിന്റെ മരുമകൻ സണ്ണിലോ ഡോക്ടറാ എനിക്ക് ടേക്ക് കെയർ ചെയ്തത്. ആ സമയത്ത് UT സൗത്ത് വെസ്റ്റിൽ ആ ഡോക്ടർ അവിടെ ആയിരുന്നു. സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കറിയത്തില്ല, ഞാനാണെന്നറിയത്തില്ല. ഞാൻ ഒരു സൺഡേയാ പോയ സമയത്ത് അന്ന് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരനെ എല്ലാം ട്രീറ്റ്മെന്റ് കൊടുത്തത്. പുള്ളിക്കറിയത്തില്ല എൻ്റെ പേര് ടൈറ്റസ് ചെറിയനല്ല അന്ന്. ഇപ്പോഴും വേറെ വ്യത്യാസമുണ്ട്. ടൈറ്റസ്, എൻ്റെ പേര് ടൈറ്റസ് താനിക്ക് പുറത്തോട്ട് ചെറിയ. അതാണ് താനിക്ക് പുറത്തോട്ട് എൻ്റെ ഫാമിലി നേമ. താനിക്ക് പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ആ പേരിലാണ് ഉള്ളത്. ടൈറ്റസ് താനിക്ക് പുറത്തോട്ട്, അങ്ങനെ ആ പേരുള്ളത്. അപ്പോൾ പുള്ളിക്ക് ആളെന്ന് അറിയത്തില്ല. അപ്പം ജോൺ ജോസഫിന്റെ മകൻ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഒരു ആൾ വന്നിട്ടുണ്ട് ടൈറ്റസ് താനിക്ക് പുറത്തോട്ട്. അത് നമ്മുടെ സഭയിൽ എൻ്റെ സഭയിലുള്ള ആളാണ്, നോക്കിയോണേ. അങ്ങനെയാണ്. പിന്നെ പിറ്റേ ദിവസം വളരെ കെയർ, നല്ല ട്രീറ്റ്മെന്റ്, നല്ല. എനിക്ക് എങ്ങൊക്കെ കൊടുക്കാനൊക്കെ പുള്ളിയാണ് സഹായിച്ചത്. അങ്ങനെ വളരെ സഹായത്തിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുക. ഞാനൊരു 2 മാസം ഹോസ്പിറ്റലിലാണ്. ദൈവം സഹായിച്ചു, ആയുസ് കിട്ടിക്കൊടുത്തു. എനിക്ക് കയ്യും കാലും പോക്കാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റ കിടപ്പാണ്. ഞാൻ കിടക്കുമ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ അത്രയുള്ള പോക്കാം, നീ എപ്പോൾ നടക്കാന്നോ? എൻ്റെ കൈയും കാലും I can't able to lift my hand, I can't able to lift my leg, everything collapsed. അപ്പോൾ ഞാൻ ഓർത്തു, ഈ കണ്ടീഷനിൽ ഇനി എപ്പോൾ രക്ഷപ്പെട്ടു, ഞാൻ എപ്പോൾ നടക്കാനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫൊക്കെ സംസാരിക്കാൻ പറ്റും. എൻ്റെ വായിലൊക്കെ ട്യൂബുണ്ട്, വായിലൊക്കെ ട്യൂബിന് വായ പൊളിച്ച് നീക്കിയ കിടക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ മിക്കവാറും ചത്തുപോകും. ഞാൻ പറഞ്ഞു, ഇനി പറയുമോ? അങ്ങനൊക്കെ പറഞ്ഞ സമയത്തിലാണ് ദൈവം എനിക്ക് ആയുസ് വീട്ടിൽ കൊടുത്തത്. പ്രിയമുള്ളവരെ, ഞാനിപ്പം പറയട്ടെ, ഞാൻ ചെക്കപ്പ് പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, യു ആർ എ മിറാക്കിൾ മാൻ, നീ അതിശയമുള്ള ജീവിയായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് മിറാക്കിൾ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമുക്കെല്ലാം അറിയാം. ഒത്തിരി പറയാൻ സമയമൊന്നും പറയുന്നില്ല. നമുക്ക് ദൈവമെല്ലാം കേൾക്കണം. അത് മാത്രമല്ല, ഞാൻ പ്രസംഗിക്കാൻ വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അത്രയും എൻ്റെ ടീമിലെ പ്രസംഗിക്കാനായിട്ട് ഒരാളെ ഞാൻ നിയമിക്കും. ഹാക്കിംഗ് നടി പോയ സമയത്ത് പാടാൻ 2 പേര്, ഞാൻ കീബോർഡ്, പ്രസംഗിക്കാൻ ഒരാൾ, ഇങ്ങനെ നമ്മൾ 4-5 പേരായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങൾ പരിപാടി നടത്താറുള്ളത്. അപ്പോൾ പ്രസംഗിക്കാനുള്ള ആളുകളോട് എനിക്ക് ആ പ്രസംഗത്തിനുള്ള ആ ഇൻട്രസ്റ്റ് എനിക്കില്ല. ഞാൻ പ്രസംഗിക്കാൻ വലിയ താല്പര്യം കാണിക്കത്തുമില്ല. അങ്ങനെ ഉള്ള സമയത്ത് ദൈവം എനിക്ക് ചില ആലോചനയെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് ഒരു ചെറിയ മലയാളമാണ്. ഞാൻ പഠിച്ച് വളർന്നിട്ട് മധുരയിലാണ്. സ്കൂളിംഗ് എല്ലാം തമിഴിലാണ്. ഫുൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷൊന്നും വല്ല അറിയത്തില്ല, കുറവാണ്. എൻ്റെ വൈഫും പളനിയിലെ സുശേഷൻ്റെ മോളല്ലേ, അവൾക്കും തമിഴ് അറിയത്തില്ല, മലയാളം അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും മലയാളികളാണ്. 2 പേര് മാത്രം, 2 ഫാമിലി മാത്രം ഇവിടെ ഉണ്ട് തമിഴ്. അറിയാമോ? ഒന്ന് രാജപാളയത്തെ നമ്മുടെ ജെസി സിസ്റ്റർ. രാജപാളയം മധുരയും തൊട്ടടുത്താണ്, 80 കിലോമീറ്റർ ഉള്ള രാജപാളയത്തെ ജെസി സിസ്റ്ററും
ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ തമിഴ് ഫാമിലി, ബാക്കി എല്ലാവരും മലയാളികളാണ്. ഞാൻ പറയാൻ വന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തമിഴ് മലയാളം ഞാൻ കടന്ന് ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് കേട്ടേ പറ്റത്തില്ല. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം പറയാറുള്ളത്, ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുതിയ ലാംഗ്വേജ്. എന്തെന്ന് നിയമം അപ്പം സാധാരണ പറയാറുള്ളത്, ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുതിയ ലാംഗ്വേജാണ്. എന്തെന്ന് നിയമം? അതിൻ്റെ പേരിട്ടിരിക്കുക. ഞാനാണ് പേരിട്ടത്. എന്തെന്ന് നിയമം? അല്ല, ഞാൻ പറയാൻ പോവാം. തമിഴും മലയാളവും കലർന്ന ഭാഷ, തമിഴാളം. തമിഴാളം, തമിഴും മലയാളം കടന്നതാ. തമിഴാളം പുതിയ ഭാഷയാണ്. തമിഴാളം അതെല്ലാം സംസാരിക്കാൻ പോകും. നിങ്ങളെല്ലാം കേട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം കേൾക്കണം. ഞാൻ വലിയ പ്രസംഗം ചെയ്യാൻ പോകുന്നില്ല. ഞാൻ സമയത്ത് തന്നെ നിർത്തും. അതും ഞാൻ പറഞ്ഞേക്കാം. ഒത്തിരി ഞാൻ ഒഴിച്ചിട്ട് പോകത്തില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ ഇവിടെ സമയത്ത് ദൈവം എനിക്ക് ആശിച്ചു കൊടുത്തു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ വണ്ടിയിൽ അവിടെ പോയത്, അവിടെ പോയത്, ഇവിടെ പോയത്, അവിടെ സംബന്ധിച്ചിട്ട് അവിടുത്തെ പ്രോഗ്രാം, ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ പോകും. ഞാൻ കാരണം ചുമ്മാക്കി അതൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അവിടെ ഞാൻ ചെയ്ത് അവിടെ എൻ്റെ കൂടെ മാത്യു ജോറൊക്കെ പാട്ട് പഠിക്കുന്നുണ്ട്. മാത്യു ജോ, ആരംഭിച്ച ബേബി, ഇവരെല്ലാം പാട്ട് പാടി പോയവരാ. അങ്ങനെ ഒരേ ഗായകരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഗായകർ ഞങ്ങളൊക്കെ ഒന്നിച്ച് തമാശയായിട്ട് സംസാരിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം, ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കൊരു വാൻ ഉണ്ടായിരുന്നു. ആ വാനിലെ ഡ്രൈവർ ഞാൻ വെച്ചിട്ടില്ല. കാരണം ഡ്രൈവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡ്രൈവർ, ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ വണ്ടി മധുരയിൽ തന്നെ ഞാൻ പോകുന്നത്. മധുരയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം. വാൻ ഓടാത്ത സ്ഥലങ്ങളില്ല. കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലത്തും, അത് മാത്രം നമ്മളെ കന്യാകുമാരി കാസർഗോഡ്, അങ്ങനത്തെ ദൂരം ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. പോകാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ ദൈവം എന്നെ വണ്ടി ഓടിക്കാനൊക്കെ സഹായിച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഞാൻ ആഴ്ചയോടെ നിൽക്കുക. അതൊക്കെ ഞാൻ ഓടിച്ച ഒരു പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യം മനസ്സിൽ കൂടെ പോവുക. എന്തെന്നറിയാമോ? ഞാൻ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകും. കേരളം തമിഴ്നാട് ഒത്തിരി ഫ്രീക്വന്റ് യാത്ര. യൂസ് ടു ട്രാവൽ കേരള ടു തമിഴ്നാട് ഓൾവേസ്. അങ്ങനെ പോയ സമയത്ത് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് ഞാനും വേറെ ജേർണലിസ്റ്റ് മാത്രം വണ്ടിയിലുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ചെങ്കോട്ട വഴിയാണ് പോയിട്ട്. ചെങ്കോട്ട കഴിഞ്ഞിട്ട് അന്ന് ഞാൻ യൂസ് ടു ഗോ രാത്രിയാണ് പോകുന്നത്. അന്ന് ഞാൻ പകലാണ് പോയത്. അന്ന് പോയ സമയത്ത് ചെങ്കോട്ട കഴിഞ്ഞ് ചെങ്കോട്ട ഹിൽ പ്ലേസാണ്. ചെങ്കോട്ട കഴിഞ്ഞ ഉടനെ ഞാൻ പ്ലെയിൻ സർഫേസ് കൂടെ പോകുന്ന സമയത്ത് അപ്പോൾ ഞാൻ കണ്ടത് വേറൊന്നുമില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. ഭയങ്കര കാറ്റ്. ആ കാറ്റ് എന്ന് പറഞ്ഞാൽ 150 200 മൈൽ കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന നല്ല കാറ്റ്, ഭയങ്കര കാറ്റ്. ആ കാറ്റ് അടിച്ച് വണ്ടി നീങ്ങുന്നില്ല, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ വണ്ടി ഓടിക്കാൻ വണ്ടി നീങ്ങുന്നില്ല, കാരണം അത്ര വലിയ കാറ്റ്. ആ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത്, ദൈവമേ, നമ്മൾ കുടുങ്ങി പോകുമോ, നമ്മൾക്ക് വീട്ടിലെത്താൻ പറ്റുമോ? അങ്ങനെ പോയി ഒടുവിൽ ഞാൻ വണ്ടി ഓടുന്നില്ല, വണ്ടി അണങ്ങുന്നില്ല. കാരണം കാറ്റിങ്ങനെ തള്ളുക, ഓപ്പോസിറ്റ് വേയാണ്. അപ്പൊ ഞാനിങ്ങനെ വണ്ടി ഓടി പോയ സമയത്ത് ലാസ്റ്റ് എൻ്റെ വണ്ടിയുടെ റേഡിയേറ്ററെല്ലാം ചൂടായി. അന്നൊക്കെ പഴയ വണ്ടി ആ റേഡിയേറ്റർ ചൂടായി, റേഡിയേറ്റർ ലീക്കാകുക, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, വെള്ളം ഒഴിച്ചാ വണ്ടി ഓടിക്കുന്നത്. ഒരുവിധം ഞാൻ അവിടെ എവിടെ എത്തിയതാണ്? രാജപാളയം. നമ്മുടെ സഹോദരൻ രാജപാളയത്തിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു വണ്ടി കാണിച്ച് ശരിയാക്കിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ പോയി ആ സംഭവമൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പിന്നെ ഞാൻ മധുരയിൽ എത്തി സുഖമായിട്ട് അതെനിക്കറിയാം. പിന്നെ പറയും, ഞാൻ ആ കാറ്റിൻ്റെ അനുഭവം എനിക്ക് വന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കും. നമ്മുടെ ജീവിതത്തിലും ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അന്ന് വലിയ വെപ്രാളമായിരുന്നു. ഞാൻ എങ്ങനെ പോയി ചേരും, വലിയ കുടി. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുമേ കൊടുങ്കാറ്റിൻ്റെ അനുഭവം നമുക്കെല്ലാം ഉണ്ട്. ഈ കഷ്ടപ്പെടാത്ത ആരുമില്ല. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. അത് നമുക്ക് ഫസ്റ്റിൽ ഒരു വാക്യം വായിക്കാം. ഞാൻ എപ്പോഴും വാക്യം ഞാൻ പറയും. ആ വാക്യം ഡിസ്പ്ലേയിൽ വരും. ആ ഡിസ്പ്ലേ വരുന്നത് ഐ വാണ്ട് ഹെൽപ്പ് ഫ്രം ലെസൺ വായിച്ചിട്ട് ആ മലയാളത്തിൽ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. സ്ക്രീനിൽ വരുന്ന മലയാളത്തിൽ വായിക്കണം. ഒത്തിരി സമയം എടുക്കത്തില്ല. ഞാൻ ആ ബൈബിൾ വായിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, അറിയുന്ന പാസേജാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അറിയുന്ന സംഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അറിയുന്ന കാര്യം ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട്.
message will be a different for you. നിങ്ങൾക്കറിയാം, ഈ മെസ്സേജ് will be a different. അത് നമുക്ക് ആദ്യത്തെ വാക്യമായിട്ട് സാം 107 സാം 107 29 വായിക്കാം. ഇവിടെ കാണുമ്പോൾ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ. പ്രിയമുള്ളവരെ, തമിഴിൽ അങ്ങനല്ല. തമിഴ് ഈസ് ദ ഓൾഡസ്റ്റ് ലാംഗ്വേജ്. ഞാനിപ്പോൾ ഉച്ചകഴിഞ്ഞ് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒന്ന് അയക്കുന്നുണ്ട്, ഒരു ലിങ്ക് അയക്കുന്നുണ്ട്. ആ ലിങ്കിനകത്ത് ഞാനപ്പോൾ സർപ്രൈസാണ്. അതിനകത്ത് നിങ്ങൾ കാണാൻ സാധിക്കും തമിഴിനെ കുറിച്ചുള്ള വാല്യുവേഷൻ, തമിഴിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. തമിഴിൽ നല്ല ഞാനെപ്പോഴും നോക്കും, സ്വർഗത്തിൽ പോയാൽ ചിലപ്പം തമിഴായിരിക്കും സംസാരിക്കുന്നത്. കാരണം തമിഴ് അത്രയും പഴയ ഓൾഡ് ലാംഗ്വേജാണ്. ഈ ഹീബ്രു ലാംഗ്വേജ് അതൊക്കെ അതിനെക്കാട്ട് മുമ്പ് തമിഴുണ്ട്. ഞാൻ ഉച്ചകഴിഞ്ഞ് ഞാൻ ലിങ്ക് അയക്കാം, നിങ്ങൾ കാണുക. അങ്ങനെ തമിഴിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. തമിഴിൽ പറഞ്ഞ കർത്തർ അമർത്തുகிறாർ. അമർത്തുகிறாർ എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അമർത്തുക പറഞ്ഞാൽ ഓഫ് ചെയ്യുക. നമുക്കെല്ലാം അറിയാം, നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഓഫ് ചെയ്യുന്നു പറയത്തില്ലേ, ഓഫ് ചെയ്യും. തമിഴിലെ വാക്ക് കർത്തർ അമർത്തുகிறாർ, ശാന്തമാക്കി പറഞ്ഞ് എന്തോ വായിക്കുന്നത്, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി എത്തിക്കുന്നത്. തമിഴ് വാക്കിട്ടിരിക്കുന്നത് കൊടുങ്കാറ്റെ അവർ അമർത്തുகிறாർ. അമർത്തുகிறாർ പറഞ്ഞാൽ ഒരു മെഴുകുതിരി എരിയുവാണെങ്കിൽ ഊതുമ്പോഴത്തേക്കെന്തോ അണഞ്ഞു പോവുക. അത്ര സമയമുള്ള അങ്ങനെ ദൈവം അങ്ങനെ അമർത്തുന്ന ദൈവമാണ്. നമുക്ക് അറിയാം, സങ്കീർത്തനം 23 അവൻ എന്നെ he leads me in the still water. അവൻ എന്നെ ശാന്തമായ ഒരു സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വെള്ളപ്പൊക്കമില്ല. ഒരു നമുക്കറിയാം, ഈ ടെക്സാസിലെ കഴിഞ്ഞ ഈ ദിവസം ഇന്നലേക്ക് എന്തായിരുന്നു അത് മലയാളത്തിൽ ഞാൻ വായിച്ചു. എന്തോ അത് വാക്കുകൊണ്ടാണ്, അത് മറന്നുപോയി. അത് അല്ല, മിന്നൽ പ്രളയം, അതാ വാക്കിയിട്ടിരിക്കുന്നത്. മലയാളം വെച്ച് വായിക്കും, അമേരിക്ക ടെക്സാസിൽ മിന്നൽ പ്രളയം. പ്രിയമുള്ളവരെ, അങ്ങ് പ്രളയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടത് ഒത്തിരി പേര് വെള്ളത്തിൽ അടിച്ചുകൊണ്ട് പോകുന്നത്. പ്രളയം പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിലും ഈ പ്രളയം പോയ അനുഭവം നമുക്കുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ മരിച്ചുപോയി, ഞങ്ങളെല്ലാം പോയായിരുന്നു. ആ കുടുംബത്തിൽ അവർക്ക് പ്രളയമായിരുന്നു. അവർക്ക് നല്ല പ്രവർത്തിക്കുന്ന കട്ടാൻ ദാസനായിരുന്നു. അത് ആദ്യമാണ് മേഴ്സിയുടെ ഫസ്റ്റ് കസിനാണ്. എൻ്റെ വൈഫ് മേഴ്സിയുടെ ഫസ്റ്റ് കസിൻ. അദ്ദേഹത്തിൻ്റെ ഫാദറും മേഴ്സിയുടെ ഫാദറും ബ്രദേഴ്സും അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഫസ്റ്റ് കസിനാണ് അവർ. അങ്ങനെ ഉള്ള സമയത്ത് മനുഷ്യൻ ഇന്നിരിക്കുക പെട്ടെന്ന് പുള്ളിക്കാരൻ ഇവിടെ ഒന്ന് പ്രവർത്തിച്ച സഹോദരനാണ് ജോൺ മാത്യൂസ്. ആ പുള്ളിക്കാരന് പെട്ടെന്ന് നല്ലതായിരിക്കുവാണ്. ഒരു 4 വർഷം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്തോ ആയി, പെട്ടെന്ന് ക്യാൻസർ. മനസ്സ് തളർന്നു, മനസ്സ് പ്രയാസം. എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആയിപ്പോയല്ലോ. പുള്ളി തളർന്നാലും വിശ്വാസത്തിൽ നിന്ന് മാറിയില്ല. പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിൽ അതുമൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും രോഗങ്ങൾ വരാം, കഷ്ടങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. അതിലെല്ലാം നാം തളർന്നു പോകുന്ന കാര്യം മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം ഓരോ അനുഭവങ്ങൾ വന്ന് കാണും. ഓരോ അനുഭവത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കാം. അടുത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ പോകട്ടെ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ ജോന 1:4 വായിക്കാം. ജോന 1:4 പ്രിയമുള്ളവരെ, ഈ സംഭവം നമുക്കറിയാം. ഇതിന്റെ മെയിൻ കാരണം, ഇതിന്റെ ഡീപ്പ് റീസൺ ബൈബിളിലെ ആദ്യത്തെ, നമുക്കെല്ലാം അറിയാം, ബൈബിളിലെ ആദ്യത്തെ സിൻ, ഫസ്റ്റ് സിൻ എന്തുവാ അറിയാമോ? ഹവ്വായെ ഉണ്ടാക്കിയ ദൈവം. വിച്ച് ഈസ് ദി ഫസ്റ്റ് സിൻ ഇൻ ദി ബൈബിൾ? എന്തുവാ? ഡിസൊബീഡിയന്റ്. അതാ ഫസ്റ്റ് സിൻ. വേറെ ഒന്നുമില്ല. ഈ ഫസ്റ്റ് സിൻ തുടങ്ങിയത് ഡിസൊബീഡിയന്റ്. ആ ഡിസൊബീഡിയന്റ് മുഖാന്തരം നമ്മളെല്ലാം പാപത്തിലാകാൻ സാധ്യതയായത്. ബിക്കോസ് ഓഫ് ദാറ്റ് സിൻ ഓൺലി, ദാറ്റ് ഡിസൊബീഡിയന്റ് ഓൺലി we are all doing this sin. We were all doing once upon a time. അങ്ങനെ ഡിസൊബീഡിയന്റ് എന്തുവാ?
ഈ ജോനാടെ സംഭവം. ജോന സംഭവം അറിയാം, അതൊക്കെ പറയുന്ന സമയമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ജോൻ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞ കാര്യം അവൻ ചെയ്തില്ല. അവന് ഒരു സ്ഥലത്ത് അവൻ പോകാൻ പറഞ്ഞ സ്ഥലത്ത് പോകാതെ വേറെ സ്ഥലത്താണ് പോയത്. അങ്ങനെ വേറെ സ്ഥലത്ത് പോയതുകൊണ്ട് എന്ത് സംഭവിച്ചിട്ടുള്ളത് കാര്യം മനസ്സിലായി. ഞാൻ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുക. ഒരു സമയത്ത് ഒരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു. ആ വയലിനിസ്റ്റ് ടീച്ചറായിട്ട് കർത്താവ് അവനെ വിളിച്ചു. ആ വയലിനിസ്റ്റ് ടീച്ചറായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ടീച്ചർ ജോലിയായിരുന്നു. ടീച്ചർ ജോലിയൊക്കെ വിട്ടിട്ട് കർത്താവിന് വേലയ്ക്ക് വേണ്ടി ഉള്ള സമയത്ത്, അങ്ങനെ വേലയ്ക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ മക്കളുണ്ടായിരുന്നു. കുറേ മക്കളുള്ള സമയത്ത് അതിൽ ഒരു മോന് മാത്രം കുസൃതി ഉണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞു, അവന് ചെറുപ്പത്തിൽ തന്നെ അവന് അപ്പൻ്റെ സ്വഭാവം കേൾക്കത്തില്ല. അവനെന്ത് ചെയ്യുമോ, അവന് യോഗത്തിന് പോയാൽ മര്യാദയിരിക്കത്തില്ല. അവിടെ ആയിരുന്നു ഓടിച്ചാടി നടക്കും. അങ്ങനെ ഈ അപ്പൻ വയലിനിസ്റ്റ് ആയതുകൊണ്ട് മക്കളെല്ലാവർക്കുമേ ഈ കലാഭാസമുണ്ട്. അവരെല്ലാം മക്കളെല്ലാവരും എന്തെങ്കിലും പാട്ടൊക്കെ പാടും, ധാരാവാഹിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ എല്ലാ മക്കൾക്കും നല്ല താളം കൊണ്ടാണ്. ഈ മകൻ എന്താ ചെയ്യണോ, അന്ന് ഹാർമോണിയം അവൻ പഠിച്ചു. ഹാർമോണിയം പഠിച്ചിട്ട് അന്നത്തെ യോഗത്തിനൊക്കെ അവന് വായിക്കുമായിരുന്നു. അപ്പം ഈ അപ്പം പറയും, ഞായറാഴ്ച ആരാധനയ്ക്ക് ഞായറാഴ്ച വൈകിട്ട് യോഗത്തിനൊക്കെ ഈ ഹാർമോണിയം വായിക്കണം. വായിച്ചുകൊണ്ടിരിക്കും. വായിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഉപദേശി പറയും, ഇവനെ വായിച്ചതിന് ശേഷം പാട്ടൊക്കെ പാടിയതിന് ശേഷം ആരെങ്കിലും മെസ്സേജ് ആരെങ്കിലും കയറിപ്പോകും, ഇവനെന്ത് ചെയ്യുമോ? അവൻ പറയാമോ, ഇവൻ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകും. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ ഇവനെ വെച്ച് മടുത്തു, എന്നിട്ട് അടങ്ങിയേക്കത്തില്ല. അങ്ങനെ ഉള്ള സമയത്ത് ഇവനെ ഒരു പ്രാവശ്യം അപ്പനോട് ചോദിക്കും, നീ ഇന്ന് ബൈബിളിൽ നീ ആർമിയൊക്കെ വായിച്ചു, നീ അവിടെ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയി? പിന്നെ ഇവൻ പറയും, ഞാൻ അവിടെ വായിക്കാൻ പോയി, പിന്നെ ഇടയ്ക്ക് പുറത്ത് പോയി ചായ കുടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് അവന് ഒഴിയോട് പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം ഈ ജോന സംഭവത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ ഉപദേശി ഈ ജോനയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ പയ്യന് അന്നത്തെ ദിവസം അവൻ ഫുള്ള് മീറ്റിംഗ് കേൾക്കുമായിരുന്നു. അന്ന് അപ്പഴല്ല പ്രസംഗിക്കുന്നത്, അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുക. അവൻ വിചാരിച്ചു, നല്ല മെസ്സേജാണ്, കുഴപ്പമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, യോന കർത്താവിന്റെ വാക്ക് കേൾക്കാതെ കപ്പൽ മാറി യാത്ര ചെയ്തു. സംഭവം അറിയാം. യാത്ര ചെയ്തുകൊണ്ട് അവൻ കപ്പൽ മാറി യാത്ര ചെയ്ത് ആ സംഭവം പറഞ്ഞിട്ട് ആ ഉപദേശി അവിടെ എല്ലാവർക്കും ചോദ്യം ചോദിച്ചു. ഈ യോഗത്തിലുള്ളവരുടെ ചോദ്യമുണ്ട്, നീ ഏത് കപ്പലിലാണ് പോകുന്നത്? മോക്ഷമെന്ന കപ്പലാണോ നറമെന്ന കപ്പലാണോ എന്ന് ആദ്യം ചോദിച്ച സമയത്ത് എല്ലാവരും മനസ്സിൽ ചിന്തിക്കുക. അപ്പൊ ഈ പയ്യൻ ഓർക്കുക, അവൻ ഇങ്ങനെ പയ്യൻ ഓർക്കുക, ഞാൻ എൻ്റെ അപ്പച്ചൻ ഉപദേശിയ, അപ്പൊ ഞാനൊക്കെ എവിടെ പോവാ, കുടുംബമായിട്ട് എവിടെ പോവാ? ആ മോക്ഷം എന്ന കപ്പലായിരിക്കുന്നു ഓർത്തുകൊണ്ടിരിക്കുക. അതിന് അതേ ഞാൻ അപ്പച്ചനും കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുക. അങ്ങനെ മറ്റൊരു സമയത്ത് ഈ അപ്പം പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിട്ടുണ്ടോ? എന്ത് മരിച്ചാലും നീ എവിടെ പോകും? നീ പാസ്റ്റർ ക്രിസ്ത്യാനിയാണോ? അല്ലെങ്കിൽ ക്രിസ്തു നിന്റെ പാപം ക്ഷമിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതായത് പയ്യൻ ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് അപ്പം അവൻ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അവന് അന്ന് കർത്താവിനെ സ്വീകരിച്ചിരുന്ന കാര്യം അപ്പൻ പറയുകയുണ്ടായി. ആ ഈ സംഭവം ഈ ജോണയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ അപ്പം പറയാറുണ്ട്, ഈ സമ്പത്ത് കുറിച്ച സമയത്ത് ഈ അപ്പം പറയുക, അങ്ങനെ ഒരു സംഭവം എൻ്റെ ബിസിനസ്സിൽ കൂടെ ഒരുത്തൻ രക്ഷപ്പെട്ടു. ആ പുള്ളിയുടെ പേര് എന്താ പുള്ളിയുടെ പേര് എല്ലാം അറിയാം. ആ പുള്ളി ഇവിടെ ഇപ്പോൾ ഉണ്ട്. ആരെന്നറിയാമോ? ടൈറ്റസ് ചെറിയ. ഞാനായിരുന്നു. തിരുവള്ളവരെ അത് വേറെ ആരുമില്ല, ഞാൻ എന്നെ കുറിച്ച് അപ്പച്ചൻ പറഞ്ഞത്. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ കർത്താവിനെ സ്വീകരിക്കാൻ സമയത്ത് ഈ മെസ്സേജ് വെച്ചിട്ടാണ് ഞാൻ കർത്താവിനെ സ്വീകരിച്ചത്. എപ്പോഴും ഞാൻ എവിടെല്ലാം പ്രോഗ്രാം പോയാലും ഞാൻ ഈ കാര്യം പറയാറുണ്ട്. ഈ ക്രിസ്തുവ പേരുള്ളതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കണം. എനിക്ക് മോഡിയെ കുറിച്ച് അറിയില്ലെങ്കിൽ മോഡിയുമായിട്ടുള്ള ഒരു ബന്ധം വേണം. എനിക്ക് മോഡിയെ അറിയാം, മോഡിയാണോ അറിയാം. അപ്പൊ മോഡിയൊക്കെ പോയി എന്നെ ചോദിച്ചാ
മോനെടുത്ത് പോയി ടൈറ്റസിനെ അറിയാൻ ചോദിച്ചാൽ പുള്ളി ടൈറ്റസിന് ആയിട്ടോളൂ. ഞാൻ മോനെ നേരിൽ കണ്ട അപ്പം മോഡി പറയും അവൻ എന്നെ കാണാൻ വന്നത് ഐ നോ ടൈറ്റസ് എന്ന് പറയാം. അതുപോലെ നമ്മളുമായിട്ട് ക്രിസ്തുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണം. പിന്നെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്ന ഈ സംഭവം നിങ്ങൾക്ക് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഈ ജോണക്കാലത്തിൽ പറയുമ്പോൾ ജോണാണ് സംഭവിച്ചത്. അങ്ങനെ ദൈവം സഹായിച്ചു നിനക്കറിയാം കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ പറയാൻ കാരണം ഫസ്റ്റ് വൺ, വെൻ വി ഡിസൊബീഡിയന്റ് ഗോഡ്സ് കമാൻഡ്മെന്റ്. ദൈവത്തിന് ഞാൻ ഡിസൊബീഡിയന്റ് ചെയ്യുവാണെങ്കിൽ ദൈവം എന്ത് അവിടെ സംഭവിച്ചത് എന്തുവാ? അവിടെ ഭയങ്കര കാറ്റും കൊടുങ്കാറ്റും മാത്രമല്ല, അവിടെ എല്ലാം അവിടെ എന്താ ചിന്തിച്ചു. സാധാരണ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കാറിൽ പോയ സമയത്ത് പെട്ടെന്ന് വണ്ടി പഞ്ചറായിപ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. വണ്ടി പഞ്ചറായിപ്പോൾ ഉടനെ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കാണും. അപ്പം ഞാൻ പറയും വണ്ടി പഞ്ചറായിപ്പോയി, ഇവിടെ യാറാ യോന, ഇവിടെ യാറാ യോന, യോനാമൻ യാറാ തെറ്റുകാരൻ. ഈ നമ്മുടെ കൂട്ടത്തിൽ യാറാ യോന. കാരണം ഈ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പഞ്ചറായ സമയത്ത് നമുക്കെല്ലാം ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ജോന ഉണ്ടല്ലോ. കാരണം എന്തുവാ? അവന് ആളുടെ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഡിസ്റ്റർബ് ചെയ്ത് അവന് തെറ്റ് ചെയ്ത നമ്മൾ ഉടനെ കമ്പയർ ചെയ്യും ജോനാമായിട്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ കർത്താവിന് വേണ്ടി ഡിസ്റ്റർബിഡിയൻസ് ചെയ്തുകൊണ്ടാണ് അവിടെ എല്ലാം ഈ സംഭവം സംഭവിച്ചത്. ഇവിടെ കാണുമ്പോൾ എല്ലാ ഡിസോബീഡിയന്റ് കാര്യങ്ങളാണ്. അല്ല, ജോന മാത്രം ഡിസോബീഡിയന്റ് കാര്യമാണ്, സമ്മതിച്ചില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാം ഒബീഡിയന്റ് ആയി. എന്തുവാ? കാറ്റ്, ഫിഷ്, മീന്, പിന്നെന്തുവാ അവിടെ ആമണക്ക് ചെടി അവിടെ കാണുമ്പോൾ ആമണക്ക് ചെടി. അത് മാത്രമല്ല എല്ലാം കർത്താവ് പറഞ്ഞ വാക്കിനെല്ലാം ഒബേ ചെയ്തു. കൊടുങ്കാറ്റെല്ലാം ഒബേ ചെയ്തു. എല്ലാം ഒരാൾ മാത്രം ഒബേ ചെയ്തില്ല. ആരാ? ജോന മാത്രം. അത് മാത്രം നമ്മൾ കാണാൻ സാധിക്കും. ബാക്കിയെല്ലാം ഒബേ ചെയ്തു. കാറ്റ്, മീന്, അത് മാത്രം ആമണക്ക് ചെടി, പിന്നെ തമിഴിലെ പൂച്ചിക്ക് എന്താ പറയുന്നത്? പൂച്ചി പറയുമോ? പൂച്ചി ഇൻസെക്ട്. അങ്ങനെ എല്ലാം അതിനകത്ത് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഒബേ ചെയ്തു. ഇതെല്ലാം അതുപോലെ നടന്നു. കർത്താവ് പറഞ്ഞ വാക്കിന് എല്ലാം ഒബേ ചെയ്തു. എന്നാൽ മനുഷ്യൻ മാത്രം ഒബേ ചെയ്തില്ല. പിന്നെ അവന് പാഠം പഠിച്ചു. പിന്നെ അവൻ മടങ്ങിപ്പോയി. അങ്ങനെ നമുക്കെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ ഫസ്റ്റ് വൺ നമുക്കെല്ലാം കാണാൻ സാധിക്കും. എന്താ? when we disobey the God's word, or when we were in backsliding life, അന്ന് ആ സമയത്ത് നമുക്ക് എന്തോ ആയിരിക്കും? ഉപദ്രവമായിരിക്കും, കഷ്ടമായിരിക്കും. ദൈവം നമ്മളെ പരിശോധനയിൽ കൂടെ നടത്തും. അപ്പോൾ പ്രളയമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ നമ്മൾ ഫേസ്. ആ സമയത്ത് ഫേസ് ചെയ്യേണ്ട ആവശ്യമുള്ള. കാരണം ദൈവം തന്നെ അത് അനുവദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്തെങ്കിലും, കർത്താവെ ഞാൻ എന്ത് തെറ്റ് ചെയ്തോ, നമ്മളെ പരിശോധിക്കണം. ഞാൻ എന്തെങ്കിലും കുറവോ, എൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞ് ഞാൻ കർത്താവുമായിട്ട് രമ്യമാകുമ്പോൾ ആ തെറ്റൊക്കെ, ആ കുറവെല്ലാം മാറും എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. സോ വെൻ വി ഡിസോബേ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ അകലും തോറും ദൈവത്തിൻ്റെ നന്മ നമുക്ക് ലഭിക്കണം എന്ന കാര്യം കാണാൻ സാധിക്കും. അടുത്ത വാക്യം നമുക്ക് വായിക്കാമല്ലോ. അതിൻ്റെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ ജോനയുടെ വാക്യമുണ്ട്. അടുത്ത കാര്യം സെക്കൻഡ് വൺ ഈസ് മാർക്ക് ചാപ്റ്റർ 4 verse 37. അടുത്ത കാര്യം നെക്സ്റ്റ് വൺ, അടുത്ത ഒരു പ്രളയം. മാർക്ക് ചാപ്റ്റർ 4 verse 37. വലിയ ചുഴലിക്കാറ്റുണ്ടായി, ഇത് കാണുമ്പോ എന്തുവാ? അവിടെ ഒരു തിറക്കാറ്റ്. എന്തുവാ? ശിഷ്യന്മാരും കർത്താവെല്ലാം പോവുക. ഇതെല്ലാം സംഭവം അറിയാം. പോകുന്ന സമയത്ത് കർത്താവ് അവിടെ താഴത്തെ കിടക്കുക. ഭയങ്കര ക്ഷീണമായതുകൊണ്ട് കർത്താവ് കിടക്കുന്ന സമയത്ത് അവിടെ തിറമാല വളർന്നു. അവിടെ കഷ്ടപ്പെടുമ്പോൾ ബാക്കിയെല്ലാം ശിഷ്യന്മാരെല്ലാം വെള്ളി നിൽക്കുക, പേടിച്ച് നിൽക്കുക. ആ സമയത്താ പറഞ്ഞത്, കർത്താവിനെ പോയിക്കൊണ്ട്, കർത്താവെ നമ്മളും മരിക്കുന്നല്ല പറഞ്ഞത്. വലിയ എന്താ പറഞ്ഞു? ഞങ്ങൾ മരിക്കുന്നത് നിങ്ങൾക്ക് വിഷമമില്ലേ? കർത്താവെ നമ്മൾ മരിക്കുമെന്ന് പറയാതെ ഞങ്ങൾ മരിക്കുന്നത് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ഉടനെ എന്താ പറഞ്ഞത്? അത് അടുത്ത വാക്യം വായിക്കാമല്ലോ. അത് 40 വായിക്കാം. 4:40. പിന്നെ അവൻ അവരോട്, ഇങ്ങനെ
ആകുന്നത് എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? കർത്താവ് ചോദിക്കുക, ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? വിശ്വാസമില്ലേ? സാധാരണ വിശ്വാസം നമുക്കെല്ലാം ഞാൻ കഴിഞ്ഞ സൂമിൽ ഞാൻ സംസാരിച്ചു, വിശ്വാസത്തെ കുറിച്ച്, ഫെയ്ത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. എത്ര പേർ വന്ന് അറിഞ്ഞുകൂടെ? ആ ഫെയ്ത്തിനെ കുറിച്ച സമയത്ത് നമ്മളെല്ലാം വിശ്വാസത്തിൽ വന്നവരാ. ആ വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തെന്ന് അറിയാമോ? നമുക്കറിയാം, കം എന്ന് പറഞ്ഞാൽ ഗോ, ടേക്ക് എന്ന് പറഞ്ഞാൽ ഗിവ്. അങ്ങനെ ഓരോ വാക്കിനും ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചു, ഞാനത് മനസ്സിലാക്കാറുണ്ട്. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ അറിയാമോ? എന്തോന്ന്? വിശ്വാസമല്ല, അത് കോമണാണ്. അതിനകത്ത് വിശ്വാസം വാക്കും പറഞ്ഞുണ്ട്. വിശ്വാസമല്ല, വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഡൗട്ട്. സംശയിക്കുക, ഡൗട്ട് വരാൻ പാടില്ല. നമ്മൾ ഷുഡ് നോട്ട് ബി ഇൻ ദ ഡൗട്ട്ഫുൾ. നമ്മുടെ ജീവിതത്തിൽ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെയ്ത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഈസ് ഡൗട്ട്. നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ അർത്ഥവുമില്ല. നമ്മൾ സംശയിക്കുന്നത്, ഈ ശിഷ്യന്മാരെല്ലാം സംശയിച്ചു, നമ്മൾ ചത്തുപോകുമോ? അങ്ങനെ സംശയിച്ചു. യേശു ഉള്ള കാര്യം അവൻ മറന്നുപോയി. അതിനു മുമ്പ് കർത്താവ് അനേക സ്വസ്ഥമാക്കിയത് അത് ബാക്കി കാണാൻ സാധിക്കും. ആ പക്ഷവാളക്കാരനൊക്കെ കാണാൻ സാധിക്കും. പക്ഷവാളക്കാരനെ സുഖമാക്കി അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ച് ദൈവമാ. അങ്ങനെ അത്ഭുതം നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ഒരു കഴിവുള്ള ഒരു ദൈവമാ എന്തോ കാരണം മറന്നുപോയി. അവർ പേടിക്കുക. നമ്മുടെ ജീവിതത്തിലും ചെറിയ അല്പ പ്രയാസം വരുമ്പോൾ നമുക്ക് ഉടനെ എന്തറിയാമോ? നാം ചെറുതു പോവോ? എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചാൽ ഞാൻ കിടപ്പിലായി പോവോ? ഇന്നപ്പോൾ സംശയിക്കുക. ദൈവമേ നമ്മെ നടത്തുന്ന കാര്യം നടക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഡൗട്ട് വരാൻ പാടില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് കാര്യം എന്താ പറഞ്ഞത്? കർത്താവിനെ ഡിസ്റ്റോബിഡിയൻ്റ് ഉള്ള സമയത്ത്, ബാക്ക് സ്റ്റഡി സമയത്ത് കർത്താവ് നമുക്ക് ഈ പ്രളയം ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, വെൻ വി ലൂസ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കുറയുമ്പോൾ, വെൻ വി ലൂസ് അവർ ഫെയ്ത്ത് നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ ആ ഫെയ്ത്ത് നമ്മൾ ലൂസ് ചെയ്യുമ്പോൾ കർത്താവ് അവിടെ ഉണ്ടാക്കും, പ്രളയം ഉണ്ടാക്കും. ഇവിടെ അങ്ങനെ പ്രളയം വന്നത്, ആ പ്രളയം വന്നത് ദൈവം സഹായിച്ചു. ഇഷ്ടപ്പെട്ടു. അതൊക്കെ വേറെ കാര്യം. ദൈവം അവർ വിശ്വസിച്ചില്ല, അവരെല്ലാം ഡൗട്ട് ചെയ്തു. അങ്ങനെ ദൈവം കാത്തുന്ന കാര്യം കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമുക്കറിയാം, ഞാൻ ഡിസ്റ്റർബൻറ്റും ചെയ്യുന്നില്ല, ഞാൻ ഒബേ ചെയ്തു. കർത്താവിനെ ഞാൻ ഒബേ ചെയ്യുക. ഞാൻ കർത്താവ് ഐ എം ഡൂയിങ് ജസ്റ്റ് ഐ എം ഒബേയിങ് ലോർഡ്സ് കമാൻഡ്മെന്റ്, എവരിതിങ് is good, everything is fine. Obey എല്ലാം ചെയ്തു, ഫെയ്ത്ത് ചെയ്തു, എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഐ എം ഡൂയിങ് ദി ഗോഡ്സ് വർക്ക്. അപ്പൊ വേല ചെയ്യുമ്പോൾ കർത്താവിനെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുക. അപ്പൊ അവന് വേണ്ടി അവൻ്റെ കർത്താവിലേക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യും? സഹായിക്കും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കും. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്താലും പ്രവർത്തിച്ചാലും അവിടെയും എന്ത് വരും? ഈ പ്രളയം വരും, ഈ കഷ്ടപ്പാട് വരും. എന്റെ അപ്പച്ചൻ മധുരയിൽ പോയി പ്രവർത്തിക്കാൻ പോയ സമയത്ത് മധുരയിൽ വെച്ച് സുഖമുള്ള ജീവിതമല്ല, പട്ടിണിയാ, കഷ്ടപ്പാടാ, അനേക പ്രയാസങ്ങളാ. എന്നാലും അപ്പച്ചൻ അവിടുന്ന് പോയില്ല. അവിടെ പോകാത്തത് കൊണ്ട് മധുരയിലെ 40 അസംബ്ലി ഉണ്ട്. മധുരയിൽ മാത്രം 30 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ 40 അസംബ്ലീസ് ഉണ്ട്. 40 അസംബ്ലി ഉണ്ട്. എത്രയോ ബൈബിൾ സ്കൂൾ, YMEF, ബാലസംഘം, എല്ലാം പല ഉപകരിക്കാൻ ദൈവം സഹായിച്ചു ഒരു വ്യക്തി ആരായിരുന്നു? എൻ്റെ അപ്പച്ചനായിരുന്നു. ഞാൻ പൊക്കിപ്പോയി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവം പ്രവർത്തിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കർത്താവിന്റെ പ്രവർത്തനം ചെയ്താലുമേ കർത്താവ് നമ്മെ സഹായിക്കുന്നില്ല. ചിലപ്പോൾ കഷ്ടപ്പാട് വരും. ഒരു വ്യക്തി ആരെന്നറിയാമോ? നമുക്കെല്ലാം അറിയാമോ? ആരാ പറയാമോ? എക്സാക്ട്ലി. അപ്പോസ്തലനായ പൗലോസാണ് പുള്ളിക്കാരൻ. നമുക്കറിയാം, പൗലോസിനെ കുറിച്ച് പുള്ളി പോകാത്ത സ്ഥലങ്ങളില്ല. അത് കാരണം ഒരേ ലിസ്റ്റ് എടുത്തില്ല, വായിക്കാൻ സമയത്ത് വായിക്കുന്നില്ല. പുള്ളി എവിടെല്ലാം പോയി. ഓൾ വിസിറ്റഡ് മെനി പ്ലേസസ് ലൈക്ക് ഏഥൻസ്, കോരിന്ത്, എഫെസസ്, സൈപ്രസ്, സിറിയ, സെക്കറിയ, ദമസ്കസ്, പംഫിലിയ, ലീസിയ, മിത, കലവുത്ത, ഗ്രേത്ത, ബെളിത്ത, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പുള്ളി പോയതാണ്. അവിടെ എല്ലാം പോയി. അത് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് 3 മിഷണറി യാത്ര ചെയ്ത ആളാണ്.
അങ്ങനെ പ്രവർത്തിച്ച ആളാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഈ പൗലോസെ കൊല്ലാൻ വേണ്ടി അനേകം ശ്രമിച്ചു. ഈ പൗലോസെ ഇല്ലാതാക്കാൻ വേണ്ടി അതൊക്കെ അപ്പോസ്തലരുടെ പ്രവർത്തനം കാണാൻ സാധിക്കും. ലാസ്റ്റ് പോർഷനിലേക്ക് ഫ്രം ദി 15 ചാപ്റ്റർ മുതൽ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ അദ്ദേഹം പോയ കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം നമുക്ക് ഈയിടയ്ക്കാണ് മേടിച്ച് വായിച്ചത്. ആ മേടിച്ച് ഞാൻ വായിച്ച സമയത്ത് അതെല്ലാം ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ കഷ്ടപ്പാടിൽ പോകുന്ന അപ്പോസ്തലനായ പൗലോസും ദൈവം കാത്തുകൊണ്ടുള്ള കാര്യം കാണാൻ വായിക്കാൻ സാധിക്കും. വായിക്കാം. അപ്പോസ്തലൻ 20:24 അവിടെ വായിക്കുന്നത്. അപ്പോസ്തലൻ 20:24. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയിൽ തികയ്ക്കണം എന്ന് എനിക്ക്. കർത്താവിന്റെ ശുശ്രൂഷയിൽ തികയ്ക്കണമെന്ന അവൻ തന്നെയാ എനിക്ക് ഇതിനകത്ത് ഫിനിഷ് ഇതെല്ലാം തേക്കാൻ വേണ്ടി അവൻ സഹായിക്കും. അതിനുവേണ്ടി ഞാൻ തികയ്ക്കും. നല്ല ഓട്ടം ഓടി തീർക്കും. നമുക്കെല്ലാം അറിയാം അപ്പോസ്തലൻ നല്ല ഓട്ടം ഓടി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസം കാത്തുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ വായിക്കാൻ സാധിക്കുന്ന ലാസ്റ്റിൽ മാത്രം ഒരു വാക്യം ആക്കിയിട്ട് അവൻ അപ്പോസ്തലനായ പൗലോസിന് അറിയാം ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. എന്നാലും അവൻ പിൻവാങ്ങിയില്ല. അത് മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിനെ ജെറുസലേം പോകണമെന്ന് ആൾക്കാർ പറഞ്ഞു. അവൻ ജെറുസലേം കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ജെറുസലേം പോകുന്നില്ല, ഞാൻ എവിടെ പോകണം? റോമിൽ പോകണം. കാരണം റോമിൽ പോയി അവിടെ ആരുണ്ട്? സീസറുണ്ട്, കൈസർ മുമ്പിൽ ഞാൻ നിൽക്കണം. അവിടെ മുമ്പിൽ നീ വിസ്തരിക്കിട്ട് അങ്ങനെ പറഞ്ഞ് കർത്താവ് റോമിൽ പോകാനായിട്ട് ചോദിച്ച സമയത്ത് അങ്ങനെ റോമിൽ പോകുന്ന യാത്രയിൽ ഈ സംഭവിക്കുന്നത് എന്താ സംഭവിച്ചു? അത് നമുക്ക് വായിക്കാം. അതിന്റെ 20:9 വായിക്കാം. 20:9 അല്ല 27:10 29 വേണ്ട 27:10 സോറി സമയത്തോട് ഞാൻ ഒഴിവാക്കുക. 27:10 അതെന്താ വായിക്കുന്നത്? 27:10. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണൻ ഞങ്ങൾക്കും ഏറിയ കഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു. അത് മാത്രമല്ല പൗലോസ് നേരത്തെ അറിയാമല്ലോ ഇനി അവള് പ്രശ്നം വരുന്നുള്ള കാര്യം നേരത്തെ അറിയാം. എന്നിട്ട് അവളോട് പറഞ്ഞു ഇനി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ കേൾക്കത്തില്ല. കാരണം ദൈവം പൗലോസിനോട് പറയുമായിരുന്നു ഇങ്ങനെ ഒരു പ്രയാസം വരുന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ട് പോലും അവർ വിശ്വസിച്ചു. എന്നാലും യാത്ര തുടങ്ങി. പിന്നെ വായിക്കുമ്പോൾ അതിന്റെ 14 വായിക്കാം. 14 വായിച്ചു. 27:14. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനഭൂതൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. സംഭവത്തെ അറിയാം. ലാസ്റ്റിൽ ഒരു വായിക്കാം. 28:18 വായിക്കാം. അതിന്റെ വായിച്ച് 28:18. അപ്പോസ്തലൻ 28:18 അവിടെ എന്താ വായിക്കുന്നത്? ഈ യാത്രയിൽ നടന്ന സംഭവം 28:18. വിസ്തരിച്ചപ്പോൾ മരണയോഗ്യമായത് ഒന്നും എന്നിൽ കാണാൻ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് റോമിലെത്തി. അവിടെ എല്ലാം ഈ പടകള് ഈ കപ്പൽ വളരെ പ്രയാസത്തിലൊക്കെ കഴിഞ്ഞു. അതൊക്കെ എല്ലാം അവിടെ എല്ലാം വായിച്ചാൽ സഹായിക്കും. അങ്ങനെയൊക്കെ ഒടുവിൽ അവരെല്ലാം റോമിലെത്തിയപ്പോഴത്തേക്ക് റോമിലുള്ള സീസർ അവരെല്ലാം വിസ്തരിച്ച സമയത്ത് അഞ്ഞതുപോലും ഒരു കുറ്റം കണ്ടുപിടിച്ചില്ല. മരണത്തേതുവായ തമിഴിലേറ്റുള്ള മരണത്തിക്കേതുവാന ഒരു കുറ്റവും അവർ ചെയ്യവില്ലേ. മരണത്തിന് അവനെ കൊല്ലാൻ വേണ്ടിയുള്ള യാതൊരു റീസണും അവന് ഇല്ലായിരുന്നു. അങ്ങനെ ദൈവം അപ്പോസ്തലനായ പൗലോസെ രക്ഷപ്പെട്ടു. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് ചാകാൻ ദൈവം സമ്മതിച്ചില്ല. നമുക്കെല്ലാം അറിയാം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാം പ്രവർത്തിക്കും. ഞാൻ ലാസ്റ്റിൽ ഒരു വായിച്ചിട്ട് അവസാനിക്കാൻ അതിലേക്ക് ലാസ്റ്റ് ഒരു പാട്ട് നമുക്കെല്ലാം അറിയുന്ന പാട്ട് പാടാൻ പോയി. പാടിയിട്ട് നിർത്താം. നമുക്ക് പാടുന്ന ആദ്യം വായിക്കാൻ എന്തുവായിരുന്നു? സംഗീതത്തിൽ 107:29 വായിച്ചല്ലോ. 107:29 വായിച്ചതിന് ശേഷം 107:30 വായിക്കാം. അത് വായിച്ചു. 107:30. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചു. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു തുറമുഖമുണ്ട്. എവിടെ? സ്വർഗം. അവിടെ നമ്മളെ എത്തിക്കാൻ നമുക്ക് ഈ ലൈഫ് ജേണിയിലെ പ്രയാസമുണ്ട്. എന്നാൽ നമ്മളെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യം ഓർക്കുമ്പോൾ
നമ്മുടെ യാത്രയിൽ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും നമ്മുടെ പ്രളയമെല്ലാം വന്നാലും ഒടുവിൽ നമ്മളെ അവിടെ എത്തിക്കുന്നുള്ള കാര്യം ഓർത്തുണ്ട്. നമ്മുടെ ജീവി നയിക്കാം, നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് മുന്നേറിച്ചെല്ലാം ഞാൻ ഒരു പാട്ട് മാത്രം പാടാം. നമുക്കെല്ലാം അറിയുന്ന പാട്ടാണ്. ഞാൻ അത് ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് പാടാൻ സാധിക്കും. പാടിയ ശേഷം ആരെങ്കിലും പ്രാർത്ഥിച്ച് അവസാനിക്കാം. ഈ അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ ഇത്രയും സംസാരിക്കാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഓർത്തില്ല. ദൈവം എനിക്ക് അതിൻ്റെ പ്രേരണ നൽകി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് ബലം തന്നു. ദൈവവചനം നടത്തുവാൻ ദൈവം കൃപയെ ഓർക്കുന്ന കർത്താവിനെ സ്തുതിക്കുകയാണ്.